PFI ഭീകരരുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് 977 പേർ. ഇതര മതസ്ഥരെയും രാഷ്ട്രീയ മത നേതാക്കളെയും PFI ലക്ഷ്യം വെച്ചെന്നും NIA റിപ്പോർട്ട്. PFI ഹിറ്റ് ലിസ്റ്റിൽ റിട്ടയർഡ് ജില്ലാ ജഡ്ജിയും 4 PFI ഭീകരരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ. സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഹിറ്റ് ലിസ്റ്റുകൾ പിടിച്ചെടുത്തത്. PFI നിരോധനത്തിന് പിന്നാലെ NIA വ്യാപക റെയ്ഡുകൾ നടത്തിയിരുന്നു. കേസിലെ പ്രതി റിയാസുദ്ദീന്റെ പക്കൽ നിന്നും 240 പേരുടെ ഹിറ്റ് ലിസ്റ്റ് പട്ടികയും അയൂബിൽ നിന്ന് 500 പേരുടെ ഹിറ്റ് ലിസ്റ്റും കണ്ടെത്തി. മാപ്പുസാക്ഷിയായ അയാളുടെ കൈവശം 232 പേരുടെ പട്ടികയുണ്ടായിരുന്നു. ആലുവ പെരിയാർ വാലി ക്യാമ്പസിൽ നടത്തിയ റെയ്ഡിനിടെ 5 പേരുടെ ഹിറ്റ് ലിസ്റ്റും പിടിച്ചെടുത്തു. കൊലപ്പെടുത്താനുള്ളവരുടെ ഹിറ്റ് ലിസ്റ്റ് നമ്പർ ക്രമത്തിലായിരുന്നു അടയാളപ്പെടുത്തിയിരുന്നത്. പട്ടികയിൽ മുന്നിലുള്ളയാളെ ലക്ഷ്യം വയ്ക്കാനായില്ലെങ്കിൽ ഹിറ്റ് ലിസ്റ്റിലെ തൊട്ടടുത്തയാളാകും ലക്ഷ്യം. RSS പ്രവർത്തകൻ A. ശ്രീനിവാസൻ വധക്കേസ് പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയുള്ള കൊലപാതക കൃത്യങ്ങളെക്കുറിച്ചും ആസൂത്രണങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കാൻ റിപ്പോർട്ടിംഗ് വിങ്ങും കൊലപാതകം നടത്താൻ സർവീസ് വിങ്ങും PFI ഭീകരവാദികൾക്കുണ്ടായിരുന്നു. NIA റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. RSS BJP നേതാക്കളും ഭീകരതയ്ക്കെതിരെ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ച ന്യായാധിപരുമെല്ലാം തന്നെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. ഓരോ ജില്ലയിലും പ്രത്യേകമായി തന്നെയായിരുന്നു ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കിയിരുന്നത്. ആക്രമണങ്ങൾ നടത്തുന്നതിന് മൃഗങ്ങളെ അടക്കം ആക്രമിച്ചായിരുന്നു പരിശീലനം നേടുകയും ചെയ്തത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.